കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ വർഷത്തിൻ്റെ ഓരോ മാസങ്ങളും ഞങ്ങളെ പരിപാലിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. കഴിഞ്ഞ 7 മാസം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഓരോ ദിവസവും അങ്ങയുടെ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിച്ചതിനായി നന്ദി പറയുന്നു. ഈ 8-ാം മാസത്തിൻ്റെ ആദ്യ ഞായർ പകലിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സഭയായി കൂട്ടി വരുത്തിയല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അങ്ങയുടെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കാൻ അങ്ങയുടെ മക്കൾക്കും അങ്ങയുടെ ദാസന്മാർക്കും അങ്ങ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ആത്മനിറവിൽ അങ്ങേ ആരാധിപ്പാൻ കൃപ ചെയ്യുമാറാകണമേ. അങ്ങ് ആരാണെന്ന് ഓർത്ത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ഉയർത്തുവാൻ, അങ്ങ് വലിയ ദൈവമാണെന്ന് ഓർക്കുവാൻ, അങ്ങ് മാത്രം സത്യദൈവമെന്ന് ഓർക്കുവാൻ, എല്ലാ നാമത്തിനേക്കാളും മേലായ നാമമുള്ളവനെന്ന് ഓർക്കുവാൻ ഇന്ന് രാവിലെയും അങ്ങേ നമസ്കരിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടും സമാധാനത്തോടും തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കുമാറാകണമേ. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തുമാറാകണമേ. അങ്ങയുടെ തിരുവെഴുത്തിലൂടെ ഞങ്ങളുടെ ഹൃദ്യമായി സംസാരിക്കണമേ. ഞങ്ങളുടെ അകക്കണ്ണ് തുറക്കപ്പെടുവാൻ, ഹല്ലേലൂയ, അങ്ങയോടുള്ള ഭക്തി ഞങ്ങളിൽ വർദ്ധിപ്പാൻ, ഹല്ലേലൂയ, അങ്ങയോടുള്ള സ്നേഹം ഞങ്ങൾ വർദ്ധിപ്പാൻ, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞങ്ങൾ വർദ്ധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അങ്ങയുടെ കൃപയെ ഞങ്ങളെ കാത്തല്ലോ. ആപത്തുകൾ, അനർത്ഥങ്ങൾ ഞങ്ങളെ വിടുവിച്ചല്ലോ. രോഗങ്ങൾ ഞങ്ങളെ വിടുവിച്ചല്ലോ. ആവശ്യമായ വിടുതലുകൾ ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. ദൈവത്തിൻ്റെ കൃപയെ ഞങ്ങളെ കാത്തതിനായി ഇന്ന് രാവിലെ നന്ദി പറയുന്ന കർത്താവേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് രാവിലെ അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ, വിടുതലുകളെ ഓർത്ത്, ഞങ്ങളെ വീണ്ടെടുത്ത വിടുവിച്ച വഴികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഇടതടവില്ലാതെ അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തേണ്ടത് ഞങ്ങളോട് അപേക്ഷിക്കുന്നു കർത്താവേ. രാവിലെ തോറും അങ്ങയുടെ ദയ പുതുകി വരുത്തക്കവണ്ണം അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ദൈവകൃപ ഞങ്ങളുടെ അധികമായി അനുഭവിച്ചറിഞ്ഞ് സമാധാനത്തോടെ ആയിരിക്കാൻ, ഉന്മേഷത്തോടെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങ് ആരാണെന്ന് ഓർത്ത് അങ്ങയെ നമസ്കരിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. സ്വാതന്ത്ര്യമില്ലാതെ ഭാരപ്പെടുന്ന, ജയിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ധൈര്യത്തോടെ ഞങ്ങളുടെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ അവരെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ നിൽക്കുകയല്ലോ, ഞങ്ങളെ അങ്ങ് നിർത്തുകയാണല്ലോ. ഹല്ലേലൂയ. ഓരോ ദിവസവും അങ്ങയുടെ കൃപയാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഏറ്റുപറയുന്നു. കർത്താവിൻ്റെ കൃപകൾ അനുഭവിച്ചുകൊണ്ടെന്ന് വീണ്ടും അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. തുടർന്നുള്ള ശുശ്രൂഷകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാട്ടുകൾ പാടി അങ്ങയെ സ്തുതിപ്പാൻ, സാക്ഷ്യവചനങ്ങളുടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ തിരുവെഴുത്തിലൂടെ അങ്ങയുടെ ദാസന്മാരുടെ ശബ്ദം കേട്ട് ഹല്ലേലൂയ സമാധാനത്തോടും സന്തോഷത്തോടുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുമേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമാക്കിയതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രൻ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രനെ ഞങ്ങൾ മറുവിലയായി നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാപക്കടങ്ങളെ കൊടുത്തു വിട്ടതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. അവിടുത്തെ പുത്രന്റെ പ്രായശ്ചിത്ത യാഗത്തിലൂടെ ഞങ്ങളെ അങ്ങ് വിലയ്ക്ക് വാങ്ങിയതിനായി നന്ദി പറയുന്നു. ഭക്തിയോടും ആദരവോടും അതിൽ പങ്കെടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയുടെ മറവിൽ ഞങ്ങളെ മറക്കണം. പ്രാർത്ഥനയോട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ പുതിയ മാസത്തിൻ്റെ ആദ്യ ഞായർ പകലിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടെ നമുക്ക് നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. തുടർന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും ഒരിക്കോട് വന്ദനത്തെ പറയുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ പറയുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. 150 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാം നമ്പർ 150, 150 സങ്കീർത്തനം. യഹോവയെ സ്തുതിക്കുവീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുവീൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കുവീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിക്കുവീൻ, വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിക്കുവീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ചേർന്ന് വായിക്കാം. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിക്കുവിൻ.
ഈ അനുഗ്രഹപ്പെട്ട സംഘത്തിന്റെ ഭാഗത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആരെ സ്തുതിക്കണം? യഹോവയെ സ്തുതിക്കണം. എവിടെ? അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കണം. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കണം. എന്തുകൊണ്ട് അവനെ സ്തുതിക്കണം? കാരണം അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കണം. അവൻ്റെ മഹിമാദിക്കുന്നതിന് തക്കവണ്ണം അവനെ സ്തുതിക്കണം. എങ്ങനെ സ്തുതിക്കണം? കാഹളനാദത്തോടെ, വീണയോടെ, കിന്നരത്തോടെ, തപ്പിനോടെ, നൃത്തത്തോടെ, തന്ത്രിനാദത്തോടെ, കുഴലിനോടെ, അത്യുച്ചളനാദമുള്ള കൈത്താളങ്ങളോടെ ദൈവത്തെ സ്തുതിക്കണം. ആരാണ് സ്തുതിക്കേണ്ടത്? ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ദൈവസന്നിധിയിൽ സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ ഹല്ലേലൂയ അവന്റെ കൃപകളെ ഓർത്ത് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാവിലെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ചില പാട്ടുകൾ പാടുമ്പോൾ അത് നമ്മെ ഗൈഡ് ചെയ്യുന്നേ ഉള്ളൂ. എന്നാൽ ആത്മനിർവ്വൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, അവൻ നമുക്ക് വേണ്ടി ആരായി തീർന്നു എന്നോർത്ത്, അവൻ്റെ നമ്മുടെ രക്ഷകനാണെന്നോർത്ത്, അവൻ വലിയ ദൈവമാണെന്നോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തിൻ കുഞ്ഞാടേ, സർവവന്ദനത്തിനും യോഗ്യൻ നീ. ദൈവത്തിൻ കുഞ്ഞാടേ, സർവവന്ദനത്തിനും യോഗ്യൻ നീ. ജ്ഞാനവും ശക്തിയും ധനം ബലം സ്തുതി ബഹുമാനമെല്ലാം നിനക്ക്. ജ്ഞാനവും ശക്തിയും ധനം ബലം സ്തുതി ബഹുമാനമെല്ലാം നിനക്ക്. ഘോരം പിശാചിൻ മുഖം നീങ്ങാൻ ഘോര സ്വയത്തിൻ ശ്രമങ്ങൾ. ഘോരം പിശാചിൻ മുഖം നീങ്ങാൻ ഘോര സ്വയത്തിൻ ശ്രമങ്ങൾ. ചോരിച്ചിരലേശുവേ ജീവൻ പോരിനെ തീർത്തവൻ നീ. യേശുവേ ജീവൻ പോരിനെ തീർത്തവൻ നീ. പ്രമാണത്തിൻ്റെ ശാപം ആയതെല്ലാം തീർക്കുവാൻ. ന്യായപ്രമാണത്തിൻ്റെ ശാപം ആയതെല്ലാം തീർക്കുവാൻ. പ്രായശ്ചിത്താർത്ഥമായി പാപത്തിൽ കായത്തെ ഏൽപ്പിച്ചു നീ. ദൈവത്താൽ വീണപ്പെട്ടു ജീവനെ ഏൽപ്പിച്ചപ്പോൾ കുറ്റം ചുമത്തുന്നതാ നിന്റെ ശത്രുവർഗമെവിടെ. കുറ്റം ചുമത്തുന്നതാ നിന്റെ ശത്രുവർഗമെവിടെ.
വല്ലഭമാം തിരുനാമം സൃഷ്ടികളെല്ലാം വണങ്ങിടട്ടെ. ദൈവത്തിൻ കുഞ്ഞാടേ സർവവന്ദനത്തിനും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ സർവവന്ദനത്തിനും നീ മാത്രം യോഗ്യൻ. ഹല്ലേലൂയ. We praise you, Lord. ഓ ജ്ഞാനവും ശക്തിയും ധനം ബലം ബഹുമാനമെല്ലാം നിനക്ക്. ജ്ഞാനവും ഹല്ലേലൂയ. ജ്ഞാനവും ശക്തിയും ധനവും ബലവും എല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന അങ്ങനെ യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. ജ്ഞാനവും ശക്തിയും ധനം ബലം ബഹുമാനമെല്ലാം അങ്ങയുടെ സന്നിധി ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. We praise you, Lord. ബഹുമാനമെല്ലാം നിനക്ക്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ പാട്ടിന്റെ ഓരോ സ്റ്റാൻസയും കർത്താവ് നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. ഓരോ സ്റ്റാൻസയും ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മാറ്റി നമുക്ക് പകരമായി പ്രായശ്ചിത്ത യാഗമായി മാറി. നമ്മുടെ മരണത്തെ അവിടുന്ന് ജയിച്ചു, തന്റെ മരണത്താൽ ജയിച്ചു. നാം മരിക്കുമ്പോഴും നാം നിത്യതയിൽ പ്രവേശിക്കുമ്പോഴും ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്കാണ് നാം പ്രവേശിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഹല്ലേലൂയ. നമുക്കെതിരെ കുറ്റം ചുമത്തുവാൻ ഇനി ഹല്ലേലൂയ ശത്രുവിന് കഴിയില്ല. ഹല്ലേലൂയ. കുറ്റം ചുമത്തുന്നതാർ? നിന്റെ ശത്രുവർഗം എവിടെ? നമ്മുടെ പാപത്തിന്റെ കുറ്റത്തെ ക്ഷമിച്ചു തരുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി നമുക്ക് പകരക്കാരനായി മാറിയ ഈ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. അവിടുത്തെ നാമത്തെ നമുക്ക് വാഴ്ത്താം. ഹല്ലേലൂയ. 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 സ്വയത്തിന്റെ ശ്രമങ്ങൾ കൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കാതെ വന്നപ്പോൾ ഹല്ലേലൂയ അവിടുന്ന് നമുക്ക് വേണ്ടി പകരക്കാരനായി മാറിയ ആ സ്നേഹത്തിന്റെ വലിപ്പമോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. We praise you, Lord. We love you, Lord. We worship you, Lord. Hallelujah. കുറ്റം ചുമത്തുന്നതാ നിന്റെ വർഗമെവിടെ? കുറ്റം ചുമത്തുന്നതാ നിന്റെ ശത്രുവർഗമെവിടെ? യുദ്ധമൊഴിഞ്ഞു സമാധാനമായി വിശുദ്ധമാം രക്തത്തിനാൽ. യുദ്ധമൊഴിഞ്ഞു സമാധാനമായി വിശുദ്ധമാം രക്തത്തിനാൽ. ഓ ദൈവത്തിൻ കുഞ്ഞാടേ സർവവന്ദനത്തിനും യോഗ്യൻ നീ. ദൈവത്തിൻ കുഞ്ഞ് നീ മാത്രം യോഗ്യൻ. നീ മാത്രം യോഗ്യൻ. ഓ ജ്ഞാനവും ശക്തിയും ധനം ബലം സ്തുതി ബഹുമാനമെല്ലാം നിനക്ക്. അവൻ ജ്ഞാനവും ശക്തിയും ധനം ബലം സ്തുതി ബഹുമാനമെല്ലാം നിനക്ക്. അവൻ ജ്ഞാനവും ശക്തി ജ്ഞാനവും ശക്തിയും ധനം ബലം സ്തുതി ബഹുമാനം എല്ലാം അങ്ങയുടെ സന്നിധി ഞങ്ങൾ അർപ്പിക്കുന്ന കർത്താവേ. അങ്ങനെ യോഗ്യനായ ദൈവമാണ്. അങ്ങ് മാത്രം യോഗ്യൻ. അങ്ങ് മാത്രം യോഗ്യൻ. അങ്ങ് മാത്രം യോഗ്യൻ. അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ യോഗ്യതയില്ലാത്തവരെ അങ്ങ് യോഗ്യതയുള്ളവരാക്കി തീർത്തതിനായി നന്ദി പറയുന്ന കർത്താവേ. We praise you, Lord. Hallelujah. അങ്ങ് മാത്രം യോഗ്യൻ. അങ്ങ് മാത്രം യോഗ്യൻ. Hallelujah. We praise you, Lord. Hallelujah. 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 We praise you. We praise you. We praise you. We praise you. നമ്മുടെ ദൈവത്തെ പോലും മറ്റൊരു ദൈവമില്ല. നമ്മുടെ ദൈവത്തെ പോലും മറ്റൊരു ഇടയനില്ല. ഒരു രാജാവില്ല. അവൻ പരമാധികാരിയായ ദൈവമാണ്. അവൻ അമർത്യതയുള്ളവനാണ്. ഹല്ലേലൂയ. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ സർവവ്യാപിയായ ദൈവമാണ്. അവൻ ആദ്യനും അന്ത്യനുമാണ്. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാർ. ഹല്ലേലൂയ. നമുക്ക് പറയാം,
യേശുവെ പോലെ ആരുമില്ല. എന്റെ യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ ആരുമില്ല. ഹല്ലേലൂയ. ആ ഗാനം കൂടെ പാടി കർത്താവ് നമുക്ക് വാഴ്ത്താം. ഹല്ലേലൂയ. കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ യേശുവെ പോലാരുമില്ല.
പാതാള ഗോപുരങ്ങളെ തകർത്തു. അങ്ങേ പോലെ മറ്റാരുമില്ല. ഉയർത്തെഴുന്നേറ്റവനെ, ഹല്ലേലൂയ. അവിടുന്ന് നമുക്ക് വേണ്ടി ഉയർത്തത് കൊണ്ട് നമ്മൾ ജീവൻ പ്രാപിച്ചവരായി. അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട്, അടക്കപ്പെട്ടത് കൊണ്ട്, ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നാം ജീവൻ പ്രാപിച്ചവരായി. ദൈവവചനത്തിൽ കാണുന്നു, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. We praise you, we praise you, we praise you, we praise you, we praise you. രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നും കർത്താവിന്റെ ആ സ്നേഹത്തെ ഓർത്ത്, അവന്റെ ആ മഹിമയെ ഓർത്ത്, അവന്റെ ആ വലിപ്പം ഓർത്ത്, ഹല്ലേലൂയ, അവനെ പോലെ മറ്റാരുമില്ലെന്ന് അറിഞ്ഞ് അവന്റെ നാമത്തെ വാഴ്ത്തുവാൻ അവിടെ നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ബെറ്റ്സൽ ബ്രദർ ഇപ്പോൾ ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാമോ? എന്താ കാര്യമെന്ന് അറിയാമോ? യേശുവിനെ പോലെ ആരുമില്ല. ഉണ്ടായിരുന്നേ അവനെ സ്തുതിച്ചേനെ. യേശുവിനെ, നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ആ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഒരാഴ്ച കൂടെ ദൈവം നമ്മെ പരിപാലിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ്. നാം ഉപവസിച്ചു എന്നുള്ള ആ ക്ലെയിമിനല്ല, കൂടുതൽ ദൈവത്തിന് ഇരിപ്പാൻ പറ്റി. അതാണ് കർത്തൃസാന്നിധ്യത്തിൽ. ഒന്ന് ക്ലിയറാക്കി, കർത്തൃസാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ പാദപീഠമിരിക്കാം, ദൈവത്തോട് കൂടുതൽ അടുത്ത് സംസാരിപ്പാൻ, ലഭിക്കുന്ന സമയം കർത്താവിനെ ആരാധിക്കാൻ ഒക്കെ ലഭിച്ച സന്ദർഭങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം. ഈ ലോകജീവിത യാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരിക്കുന്ന ഏറ്റവും നല്ലതാണ്. അത് അനുഭവിച്ചറിയുന്നവർക്കായി സ്തോത്രം. യഹോവ നല്ലവനെന്ന് ഇവിടെ വരാൻ സാവകാശം ഒരുങ്ങിയില്ലെങ്കിലും നിങ്ങളായിരുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയിലും സ്തോത്രത്തിലും ആരാധനയിലൊക്കെ നിങ്ങൾ സഹകരിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. Before I go further, I invite our youngsters to come forward. Praise the Lord. Romans 5 verse 12. Therefore, just as sin entered the world through one man and death through sin, and in this way death came to all men because all sinned. Praise the Lord.
I want to thank God for blessing me the past 12 years. Today, I want to say that I am accepting Jesus Christ as my Lord and Savior. Church, please pray for me to be faithful and live my life in God's will. Thank you. The heaven declared the glory of God. The skies proclaim the work of his hand. Psalms 19, verse 1. I delight in your commands, which I love. Psalms 190, verse 7. Romans 8, verse 18. I consider that our gifts are not worth comparing with the glory that will be revealed in us. Psalms 23, verse 6. Surely goodness and mercy shall follow me all the days of my life, and I shall dwell in the house of the Lord forever. For the wages of sin is death, but the free gift of God is eternal life through Christ Jesus our Lord. Romans 6, verse 23. Do your best to present yourself to God as one approved, a worker who does not need to be ashamed and who carries the word of truth. 2 Timothy 2, verse 15. 1 Corinthians chapter 12, verse 13. By the Spirit we were all baptized into one body, whether Jews or Greeks, whether slaves or free, and we will all drink of one Spirit. Romans 8 verse 18, I consider that our present sufferings are not worthy to compare with the glory that will be revealed in us. And Jesus said to them, love your God with all your heart, soul, and mind. This is the first and greatest commandment. And the second is like it, love your neighbor as yourself. These two commandments hang all the law and prophets. Matthew 22, 37 and 39. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബിനോയ് പ്രാർത്ഥനയെ സഹായിക്കുമോ? ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തന്ന ദാനങ്ങൾ കുടുംബങ്ങൾക്കും ദൈവസഭയ്ക്കും കുഞ്ഞു പ്രായം മുതൽ അവർ പറയുന്ന വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട വചനമാണ്. ഒരു പുസ്തകത്തിൽ നിന്ന് ഏതോ പറയുന്നതല്ലത്, ജീവനും ചൈതന്യമുള്ള വചനമാണ്. അത് ഉൾനട്ട വചനമായി അവർ വളരുമ്പോൾ പാപത്തെ വെറുത്ത് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, ദൈവനാമത്തിൽ മഹത്വത്തിന് കാരണമായി തീരുവാൻ, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഈ സത്യത്തിന് വേണ്ടി അവർ നിൽക്കുവാൻ സഭയായിട്ട് അവർക്ക് ഇവിടുന്ന് പ്രാർത്ഥിക്കാമോ? ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? ദൈവസമയാസമയം ലഭിക്കുന്ന തരുന്ന ആലോചനകൾക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികൾ മൂന്നാം അധ്യായം, chapter 3, Acts of Apostles, chapter 3. You want Manu, കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടുന്നെങ്കിൽ വിടാം. Chapter 3, verse 10. Then they knew that it was he who sat begging alms at the beautiful gate of the temple. And they were filled with wonder and amazement at what had happened to him. ഇവനുണ്ടല്ലോ ഈ തുള്ളുകയും ചാടുകയും ചെയ്യുന്നവന്. ദൈവാലയ ഗോപുരത്തിൽ ശിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവനല്ലേ എന്ന് പറഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി.
മനസ്സിലാകുന്നില്ല ആരാന്ന്. ഇന്നലെ വരെ കഴിഞ്ഞ 40 വർഷം ഇപ്പം നേരണ്ട് ഇവൻ എവിടെ ഇരിക്കുന്നു? അവര് പ്രതീക്ഷിച്ചതല്ലിത്. ഉപവാസപ്രാർത്ഥന സമയത്ത് മാത്രമല്ല സ്തോത്രം പറയാൻ പറ്റുന്നത്. അവർ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ആലയത്തിനകത്ത് നടക്കുമെന്ന്. അതുകൊണ്ടാണ് നോക്കിയത്. They filled with wonder and amazement. മലയാളത്തിലിരിക്കുന്ന എങ്ങനെ? വിസ്മയവും പരിഭ്രമവും. അയ്യോ, ഇതെന്തുവാ ഇത്? ഇതുപോലെ ഒരു കാര്യം ഇതുവരെയും എത്ര വർഷമായി ഈ ആലയത്തിൽ വരുന്നു. ഇതുപോലൊരു കാര്യം ഞാൻ ഇതുവരെ കണ്ടില്ല. It is an unexpected thing. പ്രതീക്ഷിക്കാത്ത കാര്യം. Expect the unexpected. മനസ്സിലായവർക്കായി തോന്നും. പ്രതീക്ഷിക്കാത്തത് ചിലത് ദൈവാലയത്തിൽ നടക്കും. അതിനൊത്ത ദൂതാധികാരം വന്നുകൊണ്ടിരിക്കുന്നു. അപ്രതീക്ഷിതമായതിനെ നമ്മൾ പ്രതീക്ഷിച്ചത് ശരിയായത് അതിനെന്താ പ്രത്യേകത? പ്രതീക്ഷിക്കാത്ത കാര്യം, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വിഷയങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ വന്നാലോ എന്നല്ല, വരും. ദൂത് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. മറിയതങ്ങ് ഓഫ് ചെയ്താൽ സ്തോത്രം. സാധാരണ റുട്ടീനായിട്ട് എല്ലാം നടക്കുന്നുണ്ട്. തിരശ്ശീല ഇല്ലെങ്കിലും ഇല്ലെന്നാലും അത് ചിന്തിപ്പോയി. പിന്നെ എന്ത് ചെയ്തു? തുണി കെട്ടി. സമ്മതിക്കണ്ട ഇതൊന്നും ഇല്ലെന്ന്. പിന്നെയും തുണി കെട്ടി. അകത്തിപ്പം മറ്റേതില്ല. ഏത്? തേജസ്. അത് പോയി. പിന്നെ ഇങ്ങനെ കുലുക്കൊണ്ടിരിക്കുക. മനസ്സിലായി കേൾക്കാൻ തോന്നുന്നു. പുകയ്ക്കകത്ത് വരുന്ന ആത്മാവല്ലിത്. തേജസ്സിൽ ഇറങ്ങുന്ന ആത്മാവാ. അവർക്കിതൊന്നും വലിയ പ്രത്യേകതയല്ല. പോകുന്നു, വരുന്നു, അവിടെ ഏതാണ്ടൊക്കെ ചെയ്യുന്നു, അറിയാൻ വയ്യാത്ത ഭാഷ പറയുന്നു, സുറിയാനി. നാം മനസ്സിലാക്കാൻ വേണ്ടിയായി പറയുന്നത്, വേറെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ആരാധിക്കുന്നതിൽ ആരാധന എന്താണെന്ന് മനസ്സിലാക്കണം. പാടുന്നെങ്കിൽ എന്തുവാ പാടുന്നെന്ന് മനസ്സിലാക്കണം. അന്യഭാഷ പറയുന്നതിൽ എന്തുവാ നീ പറയുന്നത് മനസ്സിലാക്കണം. മനസ്സിലാകാതെ ഒന്നും ചെയ്യരുതെന്ന്. ചുമ്മാതെ കറുത്ത പുസ്തകം എടുത്ത് കഷ്ടത്തിൽ ഇങ്ങോട്ട് വരണ്ട. അയ്യോ, അത് ദൂതല്ല കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഭാഷ ദൂത് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. ഇനി അങ്ങനല്ല. നീ വരുന്നതിൻ്റെ അർത്ഥം എന്തുവാ? അത് മനസ്സിലാക്കിയാൽ സ്നേഹം നിന്നെ നിർബന്ധിക്കും. ഇന്ന് രാവിലെ വരാതിരിക്കാനുള്ള പണി എല്ലാം നോക്കി. ഞങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. രാവിലെ ഞരക്കം മാത്രം. പത്രോസ് ഈ ഇഷ്ടനെ പിടിച്ച് പൊക്കിയതുപോലെ ഞാൻ പറഞ്ഞു, ഈ അവസ്ഥ മാറാൻ ഇന്ന് ആരാധനയ്ക്ക് വരുന്നത്. ഇതുവരെയും ചുമച്ചില്ലെന്നേ. നമ്മളൊക്കെ ആണെങ്കിൽ നിനക്ക് ഞാനും പോകുന്നില്ല.
നിനക്ക് വയ്യേ? നോക്കിയിരിക്കാൻ അവക്കൊന്ന് വയ്യാതെ എനിക്കും പോകാതിരിക്കാൻ. അന്നേരമാണ് വേറൊരു ഭാഷമാരെ ഇരിപ്പില്ല. ഞാൻ ദൂതേറ്റെടുത്തോണേ. നമുക്ക് ശുശ്രൂഷന്മാരുടെ ഞാനല്ലേ പിന്നാലെ പറയും. ഇനി മേലെ ആവർത്തിക്കത്തില്ല. പൊക്കിക്കൊണ്ടെങ്കിൽ പോലെ ഇവിടെ വരുമ്പോൾ ആരാധിക്കാൻ വിടുതലുണ്ട്. ഇല്ല അമ്മാമേ, അവരോടൊക്കെ ചോദിക്കേ. അച്ചായൻ പറയും നീ ഇല്ലേ ഞാൻ വരത്തില്ലെന്ന് പറയും. എൻ്റെ ഭാഷ എത്ര ബുദ്ധിമുട്ടാണ് രാവിലെ അവളെ ഒന്ന് പൊയ്ക്കൊണ്ട് വരുന്നറിയാമെന്ന്. അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. അമ്മാമ തന്നെ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ്. പക്ഷെ വലിയ ബുദ്ധിമുട്ടാണ് രാവിലെ. ഇടയ്ക്ക് ഈ സമയമൊന്നും മാറ്റാൻ ആ പരിപാടിയില്ലെന്ന് പറഞ്ഞു. ഉള്ള കാര്യം ഉള്ളത് പോലെ എനിക്ക് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇന്ന വിഷയം എൻ്റെ വീട്ടിലൊന്നും സാഹചര്യം ഒന്നും മാറ്റാന്ന് പറഞ്ഞു. ഞാൻ സാഹചര്യമോ അങ്ങനെയെങ്കിലും നിങ്ങൾ ആലോചിച്ചു വാ. അത് മനസ്സിലായോ? പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ അന്തരീക്ഷം കളയരുതേ. നിങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പ്രവർത്തന ഡിവിഷയുടെ കാര്യമല്ലേ പറഞ്ഞേ. പ്രതീക്ഷിച്ചില്ലെന്നേ. ഇവിടെ ഇരിക്കുന്ന പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അന്നേരം എന്ത് ചെയ്തു? പ്രതീക്ഷയ്ക്കപ്പുറമായി ഓരോന്നും തുള്ളിയും ചാടി നടക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, പഴയ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ അനക്കമില്ലാതെ നിന്നാൽ പുതിയ വിശ്വാസികൾ തുള്ളുകയും ചാടുകയും ചെയ്യും. ആരാധന ഇന്ന് പാട്ട് പാടിയില്ലേ? ഏതാന്ന് പാട്ട്? അത് പാട്ടല്ല, 150 സങ്കീർത്തനം. അത്യുച്ച എന്താ അതിൻ്റെ അർത്ഥം? എന്തുവാ? കൈ കൊട്ടുവാണെങ്കിൽ അത്യുച്ച നാദം വരണമെന്ന്. ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ അർത്ഥം. പിന്നെ നൃത്തത്തോടും, അല്ല ബൈബിൾ ഉണ്ടോ അങ്ങനെ? എവിടെ ഏതാ ഭാഷയാ വാക്യം? ചപ്പിനോടും നൃത്തത്തോടും ഒന്ന് അനങ്ങൊക്കെ ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവൻ ചലിക്കും. ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കത്തില്ലയോ? പാട്ടിനകത്തൊക്കെ ഉണ്ട്, സങ്കീർത്തനത്തിലുമുണ്ട്. പക്ഷെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താലോ? ഇവിടെ ഈ സ്ലേയിങ് സ്പിരിറ്റ് ഒന്നുമില്ല. അതിൻ്റെ അങ്ങനെ ശുശ്രൂഷയൊന്നും വചനപ്രകാരമുള്ളതല്ല. പക്ഷേ ദൈവ സാന്നിധ്യത്തിൽ നൃത്തം ചെയ്യാനുള്ള വചനമുണ്ട്. നിന്റെ അപ്പനേക്കാൾ കൂടുതൽ എന്നെ അഭിഷേകം ചെയ്ത എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകമാകുന്ന തേജസ്സിന് മുമ്പിൽ ഞാൻ ഇതിനും കൂടുതൽ നൃത്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവൻ തുള്ളിയും ചാടിയും നടക്കുന്ന കണ്ടപ്പോൾ ഇത് ആരാ ഇത്? നിങ്ങൾക്കറിയാമോ? നീണ്ട 33 വർഷം കഴിഞ്ഞു. 33.5 വർഷം കർത്താവിന്റെ ശുശ്രൂഷ സമയം. ഒത്തിരി കാര്യങ്ങൾ നടന്നു അവിടൊക്കെ. ഒത്തിരി കാര്യങ്ങൾ. ശിഷ്യന്മാർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവർ വേണ്ടതുപോലെ അവനെ അറിഞ്ഞൊന്നുമല്ല. വേണ്ടതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ ആരംഭ സമയങ്ങൾ അങ്ങ് നടക്കത്തില്ലായിരുന്നു. ഒരിക്കല് കാറ്റും കോളും കുറച്ച് ദിവസമായി കൂടെ നടക്കുന്നേ തമ്മിൽ ചോദിക്കുക, ഇതൊക്കെ പറഞ്ഞാൽ ഈ പുള്ളി ഏതാ? എൻ്റെ ഭാഷയാണ് ഇവൻ. പിന്നെ എന്തിനാ പറയാൻ കൂടിയത്? അവനെ മനസ്സിലായില്ല. ശ്രദ്ധിക്കണേ. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? ഒരാൾ പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവ. വെളിപ്പാട് കിട്ടിയവനും ശരിക്കും മനസ്സിലായില്ല. ഒരു ചെറിയ വിഷയം വന്നപ്പോൾ ഞാൻ അവനെ ചില മുമ്പ് എന്താ പറഞ്ഞേ?
ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞേ. ഇവ പറയേ, ഞാൻ അവൻ്റെ ആളുമല്ല, എനിക്ക് അവൻ്റെ ഭാഷയെ അറിയത്തില്ല, ഞാൻ അവനെ അറിയുന്നില്ല, നമ്മൾ പറയാത്ത പ്രാകാരം ആണിടാൻ തുടങ്ങി. അതിനൊക്കെ എത്ര നല്ലതാണ് നമ്മളല്ലയോ? വല്ലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ? അന്നേ പക്ഷേ മറ്റൊന്നും ഞാൻ പറഞ്ഞു പെട്ടെന്ന് പറയട്ടെ. പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ക്രൂശ് മരണം. കൂടെ നടന്നവർ പ്രതീക്ഷിച്ചില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഗുരു പറയുന്നുണ്ട്, അത് കേട്ട ലക്ഷണമേ അന്നും ഇന്നും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നിന്റെ ജീവിതത്തിന് ആവശ്യമായ ദൈവവചനം നീ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. അതിനുവേണ്ടി ദൈവം 2 കാതും കണ്ട് ചെവിയൊക്കെ തന്നിരിക്കുന്നത്. ഇനി ബൈ ചാൻസ് അല്പം കേൾവി കുറവുണ്ടെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ചു വെക്ക. ഞാൻ ആരോട് പറയാ, ദൈവവചനം കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് കേട്ടിട്ട് പക്ഷെ ഇവർക്ക് ഉള്ളിൽ പോയില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിനക്കങ്ങനെ സംഭവിക്കരുത്. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കറിയാമോ? ദൈവഹിതത്തിന് വിരോധമായി സംസാരിക്കുന്നു. നീ ദൈവത്തിനാണെങ്കിൽ ഇറങ്ങി വാ, അത് പിശാചാ പറഞ്ഞു. ഇവിടെ ഒരു ദൈവമൈതാ പറയുന്നത്, നിനക്കങ്ങനെ അവനെ സാധിച്ചില്ല കേട്ടോ. അവന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ സാധിച്ചു. ദൈവഗീതം നിന്റെ ജീവിതം നിറവേറാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അപ്രതീക്ഷിതമായി ഗുരുവിനെ ആരോ കൊന്നു. പോയി മുറിക്കകത്തങ്ങിരിക്കും. മുറിക്കകത്തിരുന്നപ്പോൾ അന്നേരം തോമസ് ഇല്ല. തോമാച്ചൻ ഗിവപ്പ് ചെയ്തു. ഐ ഡൺ വിത്ത് ഇറ്റ്. 3.5 വർഷമായി പുറകെ കിടക്കുക. തോമസ് അന്നേരം ഇല്ലെന്നേ. അവരെവിടാ പോകുന്നൊരു പിടിയുമില്ല. ഞാൻ കാര്യമായിട്ട് പറയുക, നാം പലത് ചിന്തിച്ചു പോകുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നവർ നടക്കാതെ വരുമ്പോൾ നമ്മളും ക്ഷീണിക്കുമെന്നേ. ഇറ്റ് ഇസ് റിയൽ. ലൈഫ് റിയലാ. ആരെയും കുറ്റമൊന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ദേവദാസൻ വന്നപ്പോൾ ശുശ്രൂഷിച്ചല്ലോ, ദാവീദ് തളർന്നു പോയ സമയമുണ്ട്. പലയിടങ്ങളിൽ ഇരിക്കുന്നു, പലയിടത്ത് അവൻ തളർന്നുപോയി, മനസ്സ് ക്ഷീണിച്ചു പോയി. അവന്റെ ഫാമിലിയെ, കുടുംബത്തെ പിടിച്ചോണ്ട് പോയപ്പോൾ അവൻ നിലവിളിച്ചു. അതേ ദാവീദാ ഞാൻ പ്രസംഗിച്ച വിഷയം ഓർക്കുന്നു. ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ, ഭൂമിക്ക് അറ്റമുണ്ടോ? നോ, അത് റൗണ്ടാ, അറ്റമില്ല. പക്ഷേ ചില സർട്ടൻ പോയിന്റ് വരുമ്പോൾ, കർത്താവേ ഇനി അങ്ങോട്ട് പോകാൻ വഴിയില്ലല്ലോ. എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നേലേ, എൻ്റെ ഭവനത്തിന് വിടുതലില്ലേ, എൻ്റെ കണ്ണുനീരിന് മറുപടിയില്ലേ, എൻ്റെ തലമുറയെ നീ അനുഗ്രഹിക്കയില്ലേ, എൻ്റെ ജീവിതത്തിൽ വിടുതൽ ലഭിക്കയില്ലേ. അതാണ് ലാസ്റ്റ്. ദാവീദ് പറഞ്ഞു കേൾക്കണോ, ശാശ്വതമായൊരു പാറയിലേക്ക് എന്നെ ഒന്ന് നടത്തണമേ. ഞാൻ ഇവിടെ ഗിവപ്പ് എന്ന് എന്നെ അനുവദിക്കരുത്. Lead me to the rock that's higher than me. Me means my problem. എൻ്റെ ചിന്താമണ്ഡലത്തിൻ്റെ, എന്നെ ഇപ്പോൾ ഭരിക്കുന്ന, എന്നെ ഇപ്പോൾ നിരാശപ്പെടുത്തുന്ന, എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന എൻ്റെ ഗിവപ്പ് സിറ്റുവേഷനിൽ അതിന് മേളിലുള്ള ഒരു ശാശ്വതമായ പാറയിലേക്ക് ലീഡ് മീ ടു ദിസ് റോക്ക്. ദാവീദ് നമ്മളെ ജീവിതം അതൊക്കെയാ. അതുകൊണ്ടാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്.
ഞാൻ വരിക എന്നല്ല പറഞ്ഞത്, ലീഡ് മീ, എന്നെ ഒന്ന് വലിക്കുക അങ്ങോട്ട്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്ന് ഓർത്ത് സ്തോത്രം. മുൻപോട്ട് പോട്ടെ. പ്രതീക്ഷിച്ചില്ല, മനഃപൂർവ്വം തള്ളിപ്പറഞ്ഞല്ല, പ്രതീക്ഷിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഞാൻ പോട്ടെ, സമയം വന്നു. പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നു ഓൺ ദ ഡേ ഓഫ് പെന്റക്കോസ്റ്റ്. അവർ പ്രതീക്ഷിച്ചോ? അത് ഞാൻ വിചാരിക്കുന്നു പല പ്രാവശ്യം പറഞ്ഞു നോക്കിയ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് പിതാവിനോട് മേടിച്ച് തരുമെന്ന് നോക്കിയ, പക്ഷെ അവരുടെ ഗൗരവം അവന് മനസ്സിലായില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ നഗരം വിട്ടുപോകാതെ കാത്തിരിപ്പീൻ. അവർ പോയി പ്രാർത്ഥിച്ചു, എന്തിനാന്ന് അറിയത്തില്ല, ഏതായാലും ഒന്നിച്ച് പ്രാർത്ഥിച്ചു, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു പോന്നു. ആത്മതയോട് പ്രാപിക്കാനുള്ളവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറെ ഒന്നും ചെയ്യണം, ദൈവത്തെ സ്തുതിച്ചു പോയാൽ മതി. വേറെ ഒരു ടെക്നിക്കും ഇല്ലെന്നേ. നോ, ജസ്റ്റ് സ്റ്റാർട്ട് വർഷിപ്പിംഗ് ഹിം, കീപ് ഓൺ പ്രൈസിംഗ് ഹിം. ബൈബിൾ അത്ര എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം, സന്തോഷത്തോടെ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കുന്നത് അല്ലയോ? സന്തോഷമല്ല എൻ്റെ ജയ്സനെ, മഹാസന്തോഷം. മുഖത്ത് കണ്ടാലേ അറിയണം രാവിലെ പുളിവെള്ളം കുടിച്ചുകൊണ്ട് വന്നതല്ലെന്ന്. ശരിക്കും ഞാൻ ഉള്ള കാര്യം ദൈവസ്ഥലല്ല, പിന്നെ എവിടെ സന്തോഷിക്കുന്നത്? നമ്മുടെ ഇരിപ്പ് കണ്ടാലേ വല്ലതും തരാൻ തോന്നും അല്ലയോ? മഹാസന്തോഷം. അങ്ങനെ ഇരിക്കുന്നത്. അവർ ഒലിവ് മലയിൽ നിന്ന് പോയി ആ കര ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ലൂക്കോസ് ലാസ്റ്റിലായിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷം. വല്ലതും വേണമെങ്കിൽ സന്തോഷത്തോട്ടിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വല്ലതും അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൈ എടുക്കുമ്പോൾ എന്തോ സന്തോഷമാണ്. പ്രത്യേകിച്ച് കൊച്ചുമക്കളുള്ള വലിയ പച്ചന്മാർ ഇല്ല അച്ഛാ, അവർക്കറിയാം ഇതിനകത്ത് ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്. അവരടുത്തോട്ട് വന്ന് വലിച്ച മുഖത്തൊന്നും നിൽക്കത്തില്ല. അവർക്കറിയാം ഇതിങ്ങനെ ആ സന്തോഷം കണ്ടാലേ കൊടുക്കാൻ തോന്നും. ചില പ്രാക്ടിക്കൽ കാര്യം പറഞ്ഞതാ. അതുകൊണ്ടാണ് EPC ബോട്ടിനകത്ത് ആരും അങ്ങനെ ഇരിക്കരുതെന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? മഹാസന്തോഷത്തോടെ എന്തോ എടുക്കാൻ പോയി. അതിന് വ്യക്തേവല്ല കൃപാവര പ്രാപ്തരൊന്ന് വന്നിരുന്നെങ്കിൽ. നോ, ശുശ്രൂഷ ഇല്ലാത്തവർ ഉള്ളവരില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ഞങ്ങളൊക്കെ അനുഭവിച്ചവരാ. ഞാൻ കണ്ണാലെ കണ്ടതാ. നാഗ്പൂർ വെച്ച് എല്ലാം ഉണ്ട്. ദൈവം ആലോചിക്കുമ്പോൾ ഒരു ദൈവദാസൻ ഒന്നും ചെയ്യുന്നില്ല, ഇരിക്കുക. അതിൽ ഉറുമാലെടുത്ത് അങ്ങനെ എറിഞ്ഞു. ആ വീണ വ്യക്തി അഭിഷേകം പ്രാപിച്ചു. റുമാലിട്ടാൽ സൗഖ്യം പ്രാപിക്കുകയും പിന്നെ അഭിഷേകം പ്രാപിക്കത്തില്ല. എപ്പോഴും ഉറുമാലിടണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിയോഗമുള്ളവൻ അല്ലെങ്കിൽ പിന്നെ വെറുതെ ആവശ്യമില്ലാതെ വേർപ്പ് നടക്കുന്നേ ഉള്ളൂ. ദൈവാത്മാവിന് നിയോഗമുള്ളവർ ചെയ്യണം. പക്ഷേ ഇതിലൊന്നും ആർക്കും വിശ്വാസമില്ലാത്ത ഇന്ന് അങ്ങനൊന്നും അല്ല പോകുന്ന. അതുകൊണ്ടാണ് പോകേണ്ട രീതിയിൽ പോയാൽ ജനം ആഗ്രഹിക്കും. ഒരു ടെക്നിക്കുമില്ല, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ജനം സ്തുതിക്കാൻ വേണ്ടി ഇരുന്നു. എത്ര ദിവസം ഇരുന്നു? 10 ദിവസം. അതാണ് കാത്തിരിപ്പ്. 10 ദിവസം ഇരുന്നു, കാത്തിരുന്നു. വാഗ്ദത്തം പറഞ്ഞിട്ട് പോയത് തരണമേ എന്ന്. പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒന്ന് അന്ന് സംഭവിച്ചു. എന്തുവാ സംഭവിക്കുമെന്നറിയാം, ഇങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തുവാ? കൊടിയ കാറ്റടിക്കുന്നത് പോലെ. ഒന്ന് വായിച്ചേ 2
പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയ ദൈവാത്മാവിന്റെ പ്രവർത്തനം വരുമോ അവിടെ ശബ്ദമൊക്കെ ഉണ്ടാവും. ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. വലിയ മുഴക്കം പോലെ. അടുത്തത് അപ്പോ ഇരുന്ന സ്ഥലത്ത് നിറഞ്ഞിട്ടില്ലയോ വീട് മുഴുവനും. ദൈവമക്കളെ, ദൈവാലയത്തിലേക്ക് വരും, ഇവിടെ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് ചർച്ചയിൽ സൺഡേ വന്നെന്ന് വിചാരിക്കരുത്. ആ ഗേറ്റിന്റെ പേര് ഗോൾഡൻ ഗേറ്റ് എന്നാ. ഈ വചനമനുസരിച്ച് പറയുക. അങ്ങേപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട്, അവിടെ നല്ല മത്യമുണ്ട്, ആകാത്ത മത്സ്യമുണ്ട്. അറിയത്തില്ലയോ? ന്യൂ ഇന്ത്യ ഏതാ? ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, എപ്പം പോയാലും ചായ കിട്ടും. അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട്, 10 ദിവസമായ ചിക്കൻ ബിരിയാണി കിട്ടും. മനസ്സിലായോ? ഫ്രോസ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ പറയും ഫ്രഷാ, ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ നോക്കുന്നേ, ദൈവമേ, ബെസ്റ്റ് എന്നെ നോക്കുന്നു. ഞാൻ അങ്ങോട്ട് ഇവിടുത്തെ ചുറ്റുപാടാ പറഞ്ഞേ. എന്തോ ഭാഷ ഈ പറയുന്നത്? ബിസിനസ് പോവും ഞങ്ങൾ. കേട്ടോടെ, പക്ഷേ ഇതിനകത്ത് ചീഞ്ഞതൊന്നുമില്ല. ഒന്ന് മനസ്സിലായതോന്ന് പറഞ്ഞേ. ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഗോൾഡൻ ഗേറ്റ് ആണെന്ന് പറഞ്ഞത്. ഇവിടെ എഴുതിയിട്ടുണ്ടേ, സുന്ദരം എന്ന ദേവാലയ ഗോപുരം. അകത്ത് കയറുന്നവൻ തുള്ളുകയും ചാടുകയും ചെയ്യും. ഞാൻ ഇവിടുത്തെ ചുറ്റുപാട് കടയല്ല പറഞ്ഞത്. അറിയാതെ പാവങ്ങൾ എവിടെയെല്ലാം പോകുന്നു. ജീവന്റെ വ്യാപാരം അവിടെ ഉണ്ടോ? ഇല്ല. തേജസ് അവിടെ ഉണ്ടോ? ഇല്ല. ദൈവമക്കൾ കൂടുതൽ ദൈവതേജസ് ഇറങ്ങി വരുമെന്നേ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തുവാ? ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയിലേക്ക് ഇറങ്ങി സ്ഥലം നിറച്ചു. വിശ്വസിക്കണം, ഞാൻ കൂടുന്ന ആരാധനാലയത്തിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടെന്ന്. ദൈവസാന്നിധ്യമുണ്ടെന്ന് ഒരു ദൈവവൈദ്യർ മനസ്സിലാക്കിയാൽ അലസതയോടെ ഇരിക്കത്തില്ല. ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കും. കർത്താവേ, എന്നെ ഒന്ന് സ്പർശിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഇന്ന് തരാനുള്ള തരണമേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവസാന്നിധ്യം എല്ലാവരുടെ പേരും നിറഞ്ഞു. ആത്മാവ് സ്ഥലം സ്റ്റെപ്പായിട്ടാ സ്ഥലത്ത് നിറഞ്ഞു. പിന്നെ രണ്ടാമത് ഓരോരുത്തരുടെ മേലും. ദൈവമക്കളെ, നമ്മൾ അകത്തിരിക്കുമ്പോൾ എൻ്റെ മേലൊരു ദൈവകൃപയോടെന്ന് വിശ്വസിക്കണം. ഒരു ദൈവിക സ്പർശനം എൻ്റെ മേൽ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. അടുത്തത്, പതിഞ്ഞവരുടെ ഉള്ളിൽ ആത്മാവിന് നിറവ് വന്നു. ദൈവസഭ നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ സഭയായത്. അപ്പൊ നിറയ്ക്കുന്നവനാരാ? കർത്താവ്. നിറവാരാ? കർത്താവ്. അവങ്കിൽ നിന്ന് ഒഴുകുന്ന ആത്മനദി. കർത്താവ് എന്താ പറഞ്ഞത്? ദാഹമുള്ളവർ നിങ്ങൾ ആ പള്ളിയിൽ പോയി ഇവിടെ പോകുന്ന എൻ്റെ അടുക്കൽ വാ. വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവ ജല നദികൾ ഒഴുകും.
ഇതെവിടെ തുടങ്ങുന്ന? എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് ആര് വിളിച്ചു പറഞ്ഞു? വെള്ളം വിളിച്ചു പറയണമെന്നേ, തൊണ്ട പോയാലും വേണ്ടിയില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഭാര്യയെക്കാളും ശബ്ദമില്ലായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞതാ. ഞാൻ ആത്മാർത്ഥമായി, കർത്താവേ, ഇന്ന് എനിക്ക് നീ തന്ന മെസ്സേജ് പറയണം. ഫോൺ ചെയ്തപ്പോഴും എനിക്ക് വേണ്ട വർക്കുകയല്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്. അപ്പം ശരിയായല്ലയോ? അപ്പം ഞാനിവിടെ അവിടെ എഴുതിയിരുന്നെങ്കിലോ? ഒന്ന് പറഞ്ഞു, നിനക്കും വയ്യ എനിക്കും വയ്യ, നമുക്കൊന്നിച്ച് വിട്ടിരിക്കാം. എന്തോ? ഹല്ലേലൂയ. എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ. ഞാനെങ്കിൽ പോയി, എന്തോ ശബ്ദത്തിൽ ഇപ്പം ശ്രദ്ധിക്കുന്നതെന്ന് അറിയാമോ? ഞാനെങ്കിൽ പോയിരുന്നു അവിടുന്ന്. ഹല്ലേലൂയ. പക്ഷേ ഇവരൊക്കെ ഒന്ന് സന്തോഷിച്ചിട്ട് അത് പറയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോഴേ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ആരാ പറഞ്ഞത്? എൻ്റെ അടുക്കൽ വന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് എന്നിൽ നിന്ന് പകരുന്ന ആ നദിയുടെ ഒഴുക്ക് വരും. അതാ സ്റ്റേറ്റ്മെന്റ്. അവൻ ഇത് അന്ന് ആത്മാവ് എടുത്തിട്ടുണ്ട്. തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ പഴയ നിയമത്തിൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഉണ്ട്. പുതിയ നിയമസഭയുടെ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് അന്ന് വരെ വന്നിട്ടില്ല. അതെന്താ വന്നത്? അൺഎക്സ്പെക്റ്റഡ്. അവരാരും വിചാരിച്ചിരുന്നത്. ഓൺ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്നു. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഞാനാ പോകുന്നത്, പക്ഷെ എന്നെ പോലെ ഒരുവൻ വരും. ഞാൻ പറയുന്നത് ഈ രോഗസൗഖ്യം ആലയത്തിലുണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ സയൻസിന്റെ രോഗം മാത്രമല്ല. മാനസിക വ്യഥ അനുഭവിക്കുന്നവരുണ്ട്. ആരോടും പറയാതെ ഹൃദയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. ദിവസങ്ങളായി ഉറങ്ങാത്ത ജീവിതങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ വിടുതൽ സഭയിൽ കാണണം. ചന്ദ്രപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് കാര്യം പറഞ്ഞു. പക്ഷേ ഇനി നമ്മൾ രോഗത്തിന് ലിസ്റ്റ് പറയത്തില്ല, അടുത്ത ആഴ്ച ലോക സൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമെന്ന്. ഐ ലൈക്ക് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. സ്തോത്രം. പറഞ്ഞു മനസ്സിലായോ? വിടുതലിൻ്റെ സാക്ഷ്യം കേൾക്കുന്ന സഭയായി തീർന്നു ഈ സഭ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വന്ന സിറ്റുവേഷൻ എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ ദൈവദാസന്മാരെ പരിശോധിച്ചപ്പോൾ എൻ്റെ വിഷയത്തിൽ പരിഹാരമുണ്ടായി. അങ്ങനത്തെ സാക്ഷ്യം വേണമെന്ന് പറഞ്ഞത്. അത് പറയണം കേട്ടോ, പറയണം. മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യം, ഒരു സാക്ഷ്യം ഉളവാക്കുക. സ്വന്തം പറയണേ. ഓ സോറി, വളരെ ക്ലിയർ ആയിട്ടൊരു താങ്ക് യു സെക്രട്ടറി സാർ. നന്നായിരിക്കുന്നു. ഏതാ നിങ്ങൾ പ്രവർത്തനം നോക്കണ്ട. നല്ല ക്ലിയർ ആയിട്ടൊരു വാച്ചർ കൊണ്ടുവച്ചു. ക്ലോക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Expect the unexpected. പ്രതീക്ഷിക്കാത്തതിനെ പ്രതീക്ഷിക്കാം. വീട്ടിൽ നിന്ന് 2 അപ്പോസ്തലന്മാർ ഇറങ്ങിയപ്പോൾ സുന്ദരമെന്ന ഗോപുരവാതിക്കൽ ഒരുത്തിന് ഇരിപ്പുണ്ടെന്ന് ചിന്തിച്ചാൽ ഇറങ്ങിയത്. പതിവ് പോലെയാവുന്നു. അഥവാ അവനെന്തെങ്കിലും ചോദിച്ചാൽ ഒരു 2 പൈസ കൈ കരുതിക്കണമെന്ന് വിചാരിച്ചു അല്ല ഇറങ്ങിയത്.
അവനവിടെ കാണുമെന്ന് പോലും അറിയത്തില്ലല്ലോ. ഇനി മറ്റേ പുള്ളിയെ ക്യാരി ചെയ്തുകൊണ്ട് വന്ന പുള്ളി, ചിലർ ക്യാരി ചെയ്തുകൊണ്ട് വരാനേ പറ്റത്തുള്ളൂ. ഒന്ന് മനസ്സിലായവർക്കായി തോന്നും. എന്തോ അസുഖം എന്ന് പറയാം. ഈ പുള്ളിയുടെ പേരെഴുതിയിട്ടില്ല. പിന്നെ ഞാൻ വേറൊരർത്ഥം പറയാം കേട്ടോ. ചില വിഷയം വന്നാൽ മനുഷ്യൻ നമ്മെ അറിയുന്ന ആ വിഷയത്തെ ഘടിപ്പിച്ച അത് വേദനാജനകമാകട്ടെ. ഹൃദയം ഭാരപ്പെടരുത്. അൺഎക്സ്പെക്റ്റഡായ ഒന്നും നടക്കും. ഇനി വരട്ടെ, ഇവനാരാ? ഇവൻ്റെ വിഷയം എന്തുവാ? എപ്പം തുടങ്ങിയതാ? ഉടന്ത് ഞാൻ വിചാരിക്കുന്നത് 90% ബോഡി ഓക്കെയാ. ഒരു അവയവം മാത്രം എന്തുവാ? നടപ്പ് മാത്രം. മക്കളെ പോരെ, നടപ്പ് എനിക്ക് നീ കിട്ടതാ കേട്ടോ. നടപ്പ് മാത്രം ശരിയല്ല. അവരെയും എടുക്കാൻ ആളുണ്ടെന്നുള്ള ഭാഷേ. മനസ്സിലായില്ല? ആരാധനയ്ക്ക് വരുമ്പം കുറ്റം കണ്ടുപിടിക്കാനാ വരുന്നേ. അതിനും ഒരു ഗ്രൂപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ EPCയുടെ കാര്യമല്ല ഈ പറയുന്നത്. ഞാൻ സ്റ്റേജ് വന്നതും പറയും, ഞാൻ നമ്മുടെ കാര്യമല്ല പറയുന്നത്, ഒരു കോമൺ കാര്യമാണ് പറയുന്നത്. കൃപയിൽ അങ്ങനൊന്നും ഇവിടെ ഇല്ല. ഉണ്ടാകുന്ന സമയമുണ്ട്. %90 ബോഡി ചെറിയൊരു കുഴപ്പമേ ഉള്ളൂ. ചെറുക്കം വല്ലപ്പോഴൊക്കെ ഉള്ളിൽ നിന്നും അറിയാമല്ലോ. ടോമേ ഇപ്പോഴാ വന്നേ. ശ്രദ്ധിക്കണേ. ഇവരെ എടുക്കാനും ആളുണ്ട്. അങ്ങനെ അത് ആൾ കൂടും, ഗ്രൂപ്പ് കൂടുമെന്നേ. അങ്ങനെ ഉള്ളവരെ വാതിക്കെ നിൽക്കും. ഈ ചില പളവന്മാർ നിൽക്കുന്നുണ്ടല്ലോ കൂടിനകത്ത്. നിങ്ങൾ കുട്ടനാട് ജനിച്ച ആരെങ്കിലും ഉണ്ടോ? കൂടിട്ടാലേ മീൻ കയറാൻ വേണ്ടി ഇടുന്നേ. അവൻ കയറി വാതിക്കൊക്കെ നിൽക്കും. ഒറ്റ കുഞ്ഞാവത്തൊരു കയറത്തില്ല. 2 ആഴ്ചയായി പ്രസംഗിക്കുന്ന വിഷയം ഓർക്കുന്നുണ്ടോ? ദൈവത്താൽ സാക്ഷ്യമുള്ള ജീവിതം. അവിടെയാ ദൈവം വരുന്നത്, ആത്മാക്കൾ വരുന്നത്. 1-ാം നൂറ്റാണ്ട് സഭ ഭരിക്കൊണ്ട് എന്തുവാ? അനന്യാസിനെ പോലെ സാക്ഷ്യമുള്ളവർ സഭയിലുണ്ടായിരുന്നു. 3 അനന്യാസന്മാരുടെ അവിടെ. 1, പരിശുദ്ധാത്മാവിനോട് കപടം കാണിക്കുന്ന അനന്യാസ്. 3, ഇല്ല അല്ലെന്നേ, പൗലോസിന്റെ ചെള്ളക്കടിക്കാൻ പറയുന്ന അനന്യാസ്. ഉപദേശിമാരെ അടിക്കുന്ന നിങ്ങളിതൊന്നും വായിച്ചിട്ടില്ലേ? Praise the Lord. 3, പ്രാർത്ഥനയിൽ ദർശനം കാണുന്ന ഒരു വലിയ മനുഷ്യനെ നിമിത്തം അവന് ഏൽപ്പിച്ച ശുശ്രൂഷയിൽ പൊക്കിക്കൊണ്ടുവരുവാൻ അതിനു മുമ്പോ പിന്നോ അധികമായി അറിയാത്തവരുവനെ ദൈവം ദർശനം കൊടുത്തു. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവാത്മാവ് ഈ സഭയോട് സംസാരിച്ചത് സമൂഹം അറിയാത്ത ചില ജീവിതങ്ങളെ കൊണ്ട് ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നോ? അൺഎക്സ്പെക്റ്റഡ് ആയ ചില വ്യക്തികളെ കൊണ്ട് നമുക്ക് ചില പ്രതീക്ഷയുണ്ടല്ലോ ചിലരെ പറ്റി.
നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് ഈ വ്യക്തിക്ക് കൊണ്ട് ഒന്നും പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന ചില ജീവിതങ്ങളെ കൊണ്ട് ദൈവം കരങ്ങളിലെടുത്ത് അഭിഷേകം ചെയ്ത് ദേശത്ത് ഉപയോഗിക്കാൻ പോകാന്നുള്ള ദൈവത്തിന്റെ ആലോചനയാ. വിശ്വസിക്കാമോ? Praise the Lord. Praise the Lord. Unexpected ആയൊരു തിങ്കിങ്. പെന്തിക്കോസ്റ്റ് രണ്ട് അധ്യായങ്ങളിൽ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെയാ തുടങ്ങുന്നത്. എന്തുവാ? പത്രോസും യോഹന്നാനും. പക്ഷേ അതെ, മലയാളം വളരെ ഈസിയാ. Now Peter and John went up together. അതായതില്ല. They went up together. പിന്നല്ല, കുഴപ്പമില്ല പറഞ്ഞാ വരണം. They went up. ഒന്ന് ചേർന്ന് നിൽക്കേ. Up together. Thank you. ഇന്നലെ അദ്ദേഹത്തെ വിളിച്ച് ഇന്ന് എന്നെ വിളിച്ചില്ലെന്ന് കംപ്ലൈന്റ് പറയും. അതുകൊണ്ട് ഞാൻ വിളിച്ചു. എപ്പോഴും ജയിച്ചനെ മാത്രം. ഇതെല്ലാ സഭയിലും ഇല്ല. വെല്ലം നടക്കണമെങ്കിൽ ആത്മീയ കൂട്ടായ്മയുടെ ബന്ധം അനുഭവിക്കണം. ദൈവദാസന്മാരും ദൈവസഭയിലും ഒരേ പേജിലായിരിക്കണം. പാലയ്ക്ക പിരിഞ്ഞ പോലെ ആകരുത്. ദൈവം ഒരു ദർശനം സഭയ്ക്ക് കൊടുത്ത സഭയുടെ ദർശനത്തോട് ചേർന്ന് നിൽക്കണം. They both went up together. വെള്ളിയും പൊന്നും എനിക്കില്ലെന്നല്ല, ഞങ്ങൾക്ക്. And the last, praise the Lord. ആ എടുത്തോണ്ട് വന്നിരുത്തിയവനും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അവൻ ഉറ്റുനോക്കിയത് വല്ലോം കിട്ടുമെന്ന് വിചാരിച്ച. ഇവരെ കണ്ടിട്ട് മോശമല്ലല്ലോ. എല്ലാവരും ഒരു പെനി തരുമ്പോഴേ ഒരു $10 തരുമായിരിക്കും. അതാണ് എക്സ്പെക്ടേഷൻ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. പക്ഷേ വന്നവനെന്തുവാ? ഒരു നാമവും എടുത്തോണ്ടാ വന്നിരിക്കുന്നത്. They are carrying a name. We are carrying a name. Yes. Yes. They don't have any money. ഈ പൊന്നെ വിടുന്ന എന്തുവാ? ധനമല്ലെന്ന് അതിൻ്റെ അർത്ഥം. നീ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ പകയില്ല, പക്ഷേ നീ എക്സ്പെക്ട് ചെയ്യാത്തത് ഒന്ന് ഞങ്ങളുടെ അടുത്തുണ്ട്. അത് കൊടുക്കാൻ സഭ തയ്യാറാണോ? അത് കൊടുക്കാൻ സഭ തയ്യാറാണോ? കുഞ്ഞെ, നീ പ്രതീക്ഷിക്കുക ഞങ്ങളുടെ മധ്യയില്ല. ആരെയും ആവശ്യമില്ലാതെ പറഞ്ഞ് ദൈവസഭയെ കൊണ്ടുവരരുത്. വന്നാൽ അതിന് ദുഃഖമെല്ലാം മാറും. വീട്ടിൽ പ്രശ്നമുണ്ടോ? ഞങ്ങളുടെ സഭയിൽ വാ. ഇതൊക്കെ ഫോൾസ് സ്റ്റേറ്റ്മെന്റാ. യേശുവിന്റെ നാമം പറയാമോ? അവൻ എല്ലാത്തിനും പരിഹാരമാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രതീക്ഷയ്ക്കപ്പുറമായി കുഞ്ഞെ, എന്റെ മക്കൾ നീ പ്രതീക്ഷിക്കുന്നേയില്ല, പക്ഷെ നീ പ്രതീക്ഷിക്കാത്ത ഒന്ന് എന്റെ മക്കളുണ്ട്. നസ്രയുടെ നാമം. ലോർഡ്, ഹല്ലേലൂയ. നെരിയാണികൾ ഉറച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അവൻ എഴുന്നേറ്റുന്നേ. കാര്യം എന്തുവാ? He lifted him up.
ഒന്നിച്ച് കയറുന്നവനെ മറ്റവനെ കയറ്റാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എഴുതിയിരിക്കുന്ന ബൈബിളില് അങ്ങനെ എഴുതിയിരിക്കുന്നത് ഹി ലിഫ്റ്റഡ് ഹിം അപ്പ്. ആരാത്? പ്രതീക്ഷയില്ലാത്ത ഒരുവനെ. ഇന്ന് പകൽ ഈ ദൂതൻ സഭയെടുക്കുന്നോ? പ്രതീക്ഷയില്ലാത്ത പലരും ചുറ്റുപാടുമുണ്ട്. പ്രതീക്ഷയില്ലാത്ത പലർ സുന്ദരമെന്ന ഗോൾഡൻ ടെമ്പിളിൽ എൻ്റെ അടുത്തായി കിടക്കുന്നേ. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. അക്കാമയോടെ പറയുന്നത് ഞാൻ തന്നെയല്ല പറഞ്ഞ അദ്ദേഹം, ആ സഹോദരി എന്നോട് പറഞ്ഞ ദൈവം ദർശനം കാണിച്ചെന്ന്. ചേർ കത്താൻ സൂചിച്ചാട്ട്. വെളിയിലുള്ളവനെ അകത്തു കൊണ്ടുവരും. ജെസി, വെളിയിൽ വരുന്നവനെ അകത്തു കൊണ്ടുവരും. പ്രമോദ് പ്രാർത്ഥിച്ചോ. ഞാൻ എല്ലാവരുടെ പേര് പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി. അൺഎക്സ്പെക്ടഡ് കാര്യം ഈ സഭയിൽ ദൈവം കാണിക്കും. നമുക്ക് പോലും വിസ്മയം വരും. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞു. അവര് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ദൂതൻ പറഞ്ഞു. നിങ്ങൾ കാണുന്ന ഇവനാണല്ലോ, നിങ്ങളെ കണ്ണുകൊണ്ട് പോകുന്ന ഇവൻ അവൻ പ്രതീക്ഷിച്ചില്ല അവൻ വരുമെന്ന്. ആ സ്റ്റേറ്റ്മെന്റ് അവൻ പ്രതീക്ഷിച്ചില്ല. ഈ പോകുന്നതുണ്ടല്ലോ എന്നേക്കുമായി അങ്ങ് പോയതല്ല, അവൻ പോയതുപോലെ വരും. Do you believe that? കാണാത്ത കാര്യങ്ങൾ ഒന്ന് ആരാധിച്ചാൽ ഒന്ന്